ജയിക്കും എന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്ത ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയും ചില മനുഷ്യരുണ്ട്. നമ്മളൊക്കെ പരാജയപ്പെടും എന്ന് പേടിച്ച് പലതും ചെയ്യാതിരിക്കുമ്പോൾ ജയിക്കും എന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്യുകയും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന ചിലർ. 1932 ഗോൾഡൻ ഗ്ലോബ് റേസാണ് ഈ കഥ നടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഗോൾഡൻ ഗ്ലോബ് റേസ് നമുക്കറിയാം, ഒരു പായ്ക്കപ്പലിൽ ഭൂമിയെ ചുറ്റി വരണം. അങ്ങനെ എത്രയോ 6-7 മാസങ്ങൾ കടലിന് നടുവിലൂടെ യാതൊരു തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങളുമില്ലാതെ വളരെ പ്രാചീനമായ റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നടത്തേണ്ടുന്ന ഒരു റേസാണ്. അതിൽ പങ്കെടുത്ത ഒരു നാവികനാണ് ഡൊണാൾഡ് ക്രൗഹേഴ്സ്. ഈ ഡൊണാൾഡ് ക്രൗഹേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വലിയ സെയിലറൊന്നും ആയിരുന്നു. ജീവിതത്തിൽ പ്രൊഫഷണലി ചെയ്തു പോയ കാര്യങ്ങളും സ്വയം തുടങ്ങിയ ബിസിനസ്സും എല്ലാം പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കെട്ട് നിന്നിരുന്ന ഒരു കാലത്താണ് ഡൊണാൾഡ് ക്രൗഹേഴ്സ് ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് റേസിനെ കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതോ മറ്റേ വിജയിച്ചാൽ തൻ്റെ പേര് തിരിച്ചെടുക്കാമല്ലോ എന്ന ധൈര്യത്തിൽ ഒട്ടും പക്വമല്ലാത്ത, ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ, ഒട്ടും ശരിയല്ലാത്ത ഒരു ബോട്ട് എടുത്തിട്ട് ഇയാൾ കടലിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഗോൾഡൻ ഗ്ലോബ് റേസ് തുടങ്ങി. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്. സൺഡേ ടൈംസൊക്കെ വളരെ കൃത്യമായിട്ട് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോയപ്പോൾ കാറ്റിൻ്റെ ചുഴികളിൽപ്പെട്ട് ഈ ബോട്ട് ആടി ഉലയാൻ തുടങ്ങുകയും ഡൊണാൾഡിന് മുന്നിലേക്ക് പോകാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ലാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ. പക്ഷേ പരാജയത്തെ അയാൾക്ക് പേടിയായിരുന്നു. പരാജയപ്പെട്ട് ഒരിക്കൽ കൂടി തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ അയാൾക്ക് ഒരു തരത്തിലും ആലോചിക്കാൻ പറ്റുമായിരുന്നു. അപ്പോഴാണ് തൻ്റെ ലൊക്കേഷൻ തെറ്റിച്ച് കാണിച്ചുകൊണ്ട് താൻ അതിവേഗത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ അയാളുടെ ലൊക്കേഷൻ സംവിധാനത്തെ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് ഇയാൾ ഈ ഗോൾഡൻ ഗ്ലോബ് റേസിൽ 1-ാം സ്ഥാനത്ത് എത്തുകയാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യുന്നതിൽ ക്രൗഹേഴ്സ് വിജയിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഇയാൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മറ്റ് കപ്പലുകളൊന്നും വരാത്ത ഒരു ചുഴിയുള്ള സ്ഥലത്ത് സ്വയം നിർത്തിയിട്ട് ആ ഏകാന്തതയിൽ ഇയാളിങ്ങനെ ലൊക്കേഷൻ മാത്രം മാറ്റി മാറ്റി കാണിച്ച് അതിവേഗതയിൽ സഞ്ചരിക്കുന്നതായി ലോകത്തെ പറ്റിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് തളർന്നു കിടക്കുകയാണ്. അങ്ങനെ ഈ ബോട്ട് റേസ് തീരാനായി. ഈ ബോട്ട് റേസ് തീരാനായപ്പോൾ അയാളപ്പോൾ മുന്നിലാണ്. ഇയാൾക്കൊരിക്കലും മുന്നിലെത്തണ്ട. ഇയാൾ മുന്നിലെത്തിയാൽ ഇയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് മുന്നിലെത്തി, ഇയാളെ അതിൻ്റെ ഒരു ബാക്ക് അന്വേഷണം നടക്കുകയും ഇയാൾ കാണിച്ച കള്ളത്തരം ലോകം അറിയുകയും ചെയ്യുമെന്ന് ഇയാൾ ഭയന്നു. അങ്ങനെ ഇയാൾ 2-ാം സ്ഥാനത്താകാവുന്ന രീതിയിൽ ഇയാളുടെ സംവിധാനത്തെയും ലൊക്കേഷനും സെറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് ട്രാജഡി ഉണ്ടായത്. 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബോട്ട് തകരുകയോ മറ്റോ ചെയ്യുകയും 1-ാം സ്ഥാനക്കാരൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തപ്പോൾ 2-ാം സ്ഥാനക്കാരനായിരുന്ന ക്രൗഹേഴ്സ് ഓട്ടോമാറ്റിക്കലി 1-ാം സ്ഥാനക്കാരനായി. ക്രൗഹേഴ്സ് ഈ ഗോൾഡൻ റേസ് ജയിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ലോകം മുഴുവൻ വാർത്ത പരക്കാൻ തുടങ്ങി. അയാളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഈ ജയം തൻ്റെ കള്ളത്തരങ്ങളെ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്നും ഇത്രയും കാലം പരാജയപ്പെട്ടതിനേക്കാൾ വലിയ ചീത്തപ്പേര് തനിക്കുണ്ടാകും എന്നും അറിഞ്ഞ ഈ ക്രൗഹേഴ്സ് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഇവിടെ കഥ തീരുന്നില്ല. ഇതേ ഗോൾഡൻ ഗ്ലോബ് റേസിൽ മറ്റൊരു നാവികനുണ്ടായിരുന്നു. ശരിക്കും നാവികൻ. അയാൾക്ക് ഒരു പായ്ക്കപ്പലെടുത്ത് കടലിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ വീടിൻ്റെ പുറത്ത് കോട്ടി കളിക്കുന്നത് പോലെയുള്ള ഒരു വിനോദമാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ കോട്ടി കളിക്കാൻ പോകുന്നത് പോലെ അയാളുടെ പായ്ക്കപ്പലിൽ കടലിലേക്ക് പോകും. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അയാൾ. ആ മനുഷ്യൻ, അയാളുടെ പേര് ബെർണാഡ് മോയിറ്റേഴ്സ്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പായ്ക്കപ്പൽ വളരെ ഈസി ആയിട്ട് ലോകത്തെ മറികടക്കണം. നമ്മൾ പറയുന്ന പോലെ ലൊക്കേഷൻ തെറ്റിക്കൊന്നല്ല, പുള്ളി ശരിക്കും ഈ റേസിൽ 1-ാം സ്ഥാനത്താണ്. പുള്ളി ചുറ്റി വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ്, ഞാൻ എൻ്റെ വിനോദമായി കൊണ്ട് നടക്കുന്ന, എൻ്റെ പാഷനായി കൊണ്ട് നടക്കുന്ന സാധനത്തിൽ സമ്മാനം വാങ്ങുന്നത് സ്വയം ഒരു പരാജയമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാൾ ആ പായ്ക്കപ്പൽ തിരിച്ചുവിടുക. ഒരു ജയത്തെ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുമായിരുന്ന ഒരു ജയത്തെ വേണ്ട എന്ന് വെച്ചിട്ട് അയാൾ വണ്ടി യൂട്ടേൺ എടുത്തിട്ട് വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്തേക്ക് പോകും. ജയം എന്നുള്ളത് ഈ 2 പേർക്കും 2 തരത്തിൽ വ്യത്യസ്തമായ ഫീലിംഗ്. നിങ്ങൾ ജയിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജയിക്കുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പരാജയപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടത്.